اللهم صل على سيدنا محمد الفاتح لما خلق الخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ അൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ വൽ ഖാതിമി ലിമാ സബഖ നാസിറിൽ ഹഖ് ബിൽ ഹഖ് والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدرك ومقدارك العظيم. ഏറ്റവും ആദരവും ബഹുമാനമുള്ള ശ്രോതാക്കളെ, നമ്മളൊക്കെ കാലങ്ങളായി ഓതുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. ഒരു ഷാഫി മദ്ഹബുകാരനായ ഒരാൾക്ക് ഓരോ റക്അത്തിലും ഫാത്തിഹ നിർബന്ധമാണ്. മസ്ബൂക്കല്ലാത്ത ഓരോ ആളുകൾക്കും ഓരോ റക്അത്തിലും എന്ത് ചെയ്തേ പറ്റുള്ളൂ? ഫാത്തിഹ ഓതിയേ പറ്റുള്ളൂ. അപ്പം നമ്മളൊന്നും ശ്രദ്ധിക്കാതെ പോകുന്ന, നമ്മളെ ചിന്തയിലൊന്നും വരാതെ പോകുന്ന ഒരു കാര്യമുണ്ട്. ഈ ഫാത്തിഹ നമുക്ക് നിർബന്ധമാണ്. അത് ഓതിയാലേ നമ്മുടെ നിസ്കാരം ശരിയാവുള്ളൂ. ഈ ഫാത്തിഹയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ആ ഒരു കാര്യം നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ട്. പക്ഷേ നമുക്കൊരു ഹൃദയബോധ്യമില്ലാതെ നമ്മൾ നിസ്കരിച്ചിട്ട്, ശ്രദ്ധയില്ലാതെ നമ്മൾ നിസ്കരിച്ചിട്ട്, നമ്മൾ ചോദിക്കുന്ന ചോദ്യം എന്തായിരുന്നു എന്ന് പോലും നമുക്കറിയണില്ല. ഓരോ ആളുകളും നിസ്കാരത്തിൽ ഫാത്തിഹയിൽ അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ട്, അള്ളാഹുവേ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. അതിൻ്റെ മുമ്പായി അള്ളാഹുവിനോട് ചോദിക്കുന്ന എല്ലാ മര്യാദകളും പാലിച്ചുകൊണ്ടാണ് ഒരാൾ ചോദിക്കുന്നത്. ബഹുമാനപ്പെട്ട നാസറുദ്ദീൻ ഖാളി ബൈളാവി റളിയല്ലാഹു അൻഹു വളരെ വ്യക്തമായിട്ട് തന്നെ അവിടുത്തെ തഫ്സീറുൽ ബൈളാവിയിലൊക്കെ ഈ വിഷയം പറയുന്നുണ്ട്. അതവോടുകൂടെ തന്നെയാണ് ഫാത്തിഹയിൽ നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നത്. ആദ്യം നമ്മൾ പറയുന്നു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹി, അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് ഞാൻ ആരംഭിക്കുകയാണ്. അർ റഹ്മാനി, ഈ ലോകത്ത് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഗുണം ചെയ്യുന്നവനായ അള്ളാഹു. അർ റഹീം, ഈ ലോകത്ത് വഴിപ്പെട്ടവർക്ക് നാളെ ആഖിറത്തിൽ ഗുണം ചെയ്യുന്ന അള്ളാഹു. അങ്ങനത്തെ അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് ഞാൻ ആരംഭിക്കുന്നു എന്നാണ് നമ്മൾ പറയുന്നത്, ഫസ്റ്റ് പറയുന്നത്. രണ്ടാമതായി നമ്മൾ പറയുന്നു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അല്ലാഹു സുബ്ഹാനഹു വ തആലക്കായിരിക്കുന്നു. അൽഹംദുലില്ലാഹ്, എങ്ങനത്തെ അല്ലാഹുവാണ്? റബ്ബിൽ ആലമീൻ, ലോകത്തിൻ്റെ രക്ഷിതാവായ അല്ലാഹു. അപ്പോൾ ലോകരക്ഷിതാവായ അല്ലാഹുവിനേക്കാകുന്നു സർവസ്തുതിയും. അല്ലാഹു തആലാനെ ഒന്നും കൂടി നമ്മൾ എന്ത് ചെയ്യാണ്? സനാ ചെയ്യാണ്. എന്നിട്ട് പിന്നെയും പറയുന്നു അർ റഹ്മാനിർ റഹീം, കാരുണ്യവാനും കരുണാനിധിയുമായ അല്ലാഹു, റഹ്മാനും റഹീമുമായ അല്ലാഹു. തുടർന്ന് പറയുന്നു മാലിക് യൗമിദ്ദീൻ, പ്രതിഫല ദിവസത്തിൻ്റെ ഉടമസ്ഥൻ. അല്ലാഹു തആല സജ്ജനങ്ങൾക്ക് ചെയ്തതായൊരു കരാറുണ്ട്, സ്വർഗം. ദുർജനങ്ങൾക്ക് ചെയ്തൊരു കരാറുണ്ട്, നരകം. മാലിക് യൗമിദ്ദീൻ, പ്രതിഫല ദിവസത്തിൻ്റെ ഉടമസ്ഥൻ, അത് അള്ളാഹു മാത്രമേ ഉള്ളൂ. ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, അത് അള്ളാഹു തആലക്ക് മാത്രമേ അധികാരമുള്ളൂ. എന്നിട്ട് നമ്മൾ പറയണേ ഈ സമയം വരെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അർ റഹ്മാനിർ റഹീം, മാലിക് യൗമിദ്ദീൻ. ഈ 4 ആയത്തുകളിലും നമ്മൾ അള്ളാഹുവിനെ സനാ ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ മഹത്വത്തിനെ നമ്മൾ വർണ്ണിക്കുകയാണ്. ശേഷം അള്ളാഹുവിനോട് പറയുന്നു ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. എത്രയോ വിദൂരതയിലുണ്ടായിരുന്ന അള്ളാഹു നമ്മളെ ഏറ്റവും അടുത്ത് വന്നതുപോലെ നമ്മൾ അള്ളാഹുവിനോട് പറയുന്നു ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അള്ളാഹുവേ, നിനക്ക് മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു,
നിന്നോട് എന്ന് പറയുമ്പോൾ അടുത്തുള്ള ഒരാളോടാണ് നമ്മൾ പറയാം അല്ലേ. ഗൈബത്തിൽ നിന്നും നമ്മൾ ഖിതാബിൻ്റെ മക്കാമിലേക്ക് വന്നു. അതിന് ഇൽത്തിഫാത്ത് എന്നാണ് മഹാന്മാരൊക്കെ ഗ്രന്ഥങ്ങളിലൊക്കെ പറയുന്നത്. ഗൈബത്തിൽ നിന്ന് നമ്മൾ നേരെ ഖിതാബിൻ്റെ ഒരവസ്ഥയിലേക്ക് വരും. അള്ളാഹുവിനെ നേരിട്ട് സംസാരിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തും. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. എന്നിട്ട് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൻ്റെ വിഷയം. അള്ളാഹുവേ, നിനക്ക് മാത്രമുള്ളൂ കേട്ടോ ഞങ്ങൾ ആരാധിക്കുന്നത്, നിന്നോട് മാത്രമുള്ളൂ കേട്ടോ ഞങ്ങൾ സഹായം ചോദിക്കുന്നത് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നത് എന്താണ്? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. അള്ളാഹുവേ, മുസ്തഖീമായ വഴിയിലേക്ക് ഞങ്ങളെ നീ ചേർക്ക്. ഹിദായത്ത് ഞങ്ങൾക്ക് നീ കൊണ്ട, ഹിദായത്ത് ഞങ്ങൾക്ക് നീ കൊണ്ട എന്ന് ഓരോ റക്കായത്തിലും നമ്മൾ ആരോട് ചോദിക്കുന്നുണ്ട്? അള്ളാഹിനോട് ചോദിക്കുന്നുണ്ട്. ഒരു ദിവസം 17 റക്കായത്തുണ്ട്. ഒരു ദിവസം 17 റക്കായത്തുണ്ട്. ആ 17 റക്കായത്തുകളിൽ നമ്മൾ എന്ത് ചോദിക്കുന്നുണ്ട്? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. അല്ലാഹുവേ, ഞങ്ങളെ ചൊവ്വായ വഴിയിലേക്ക് നീ ചേർക്കണേ അല്ലാഹ്. അത് ഫർള് 17ആണ്. സുന്നത്ത് എത്രണ്ട്? ഓരോ സുന്നത്തുകളിലും ചോദിക്കുന്നുണ്ട് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. എന്താണ് അങ്ങനെ ചോദിക്കാൻ കാരണം? മുസ്തഖീമായ വഴിയിലേക്ക് ചേർക്കാനുള്ള അധികാരി റബ്ബാണ്. അത് ചോദിച്ചുകൊണ്ടേയിരിക്കണം ഒരാളെ. എപ്പോൾ? അവൻ്റെ ശ്വാസം വെടിയുന്നത് വരെ ചോദിച്ചുകൊണ്ടിരിക്കണം. നിസ്കാരം ആർക്കൊക്കെ നിർബന്ധം? അല്ല, നിസ്കാരം ഏതുവരെ വേണം? നിൽക്കാൻ കഴിവില്ലാത്തവൻ ഇരിക്കണം, ഇരിക്കാൻ കഴിവില്ലാത്തവനക്ക് കടക്കാം, ചെരിഞ്ഞ് കിടക്കാം, മലന്ന് കിടക്കൊക്കെ ചെയ്യാം അല്ലേ? അങ്ങനെയൊക്കെ ചെയ്യാം. അവൻ്റെ ഓർമ്മ ഉള്ളത് വരെ അവനക്ക് എന്ത് ചെയ്യണം? നിസ്കരിക്കണം. ഓർമ്മ ഉണ്ടാകുന്നത് വരെ, മനസ്സിൽ ഓർമ്മ ഉണ്ടാകുന്നത് വരെ ഒരാൾ നിസ്കരിച്ചിരിക്കണം. കാരണം എന്താണ്? എന്താ കാരണം? ഹിദായത്തിൻ്റെ കാര്യം വലിയ വിഷയമാണ്. ആ ഹിദായത്തിൻ്റെ കാര്യം അത് മരണം വരെ ഒരാൾ ചോദിക്കുന്നുണ്ട് ഓരോ നിസ്കാരത്തിലും. പക്ഷേ നമ്മൾ ഈ വിഷയം ചോദിക്കുന്നുണ്ട് റബ്ബിനോട് എന്നുള്ളത് പോലും നമുക്ക് എന്ത് ചെയ്യണില്ല, അറിയണില്ല. ഇങ്ങനത്തെ ഒരു കാര്യമാണ് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നത് എന്ന് നമുക്കറിയണില്ല. ഒരു മദ്രസയിൽ ഒരു വിദ്യാർത്ഥി മദ്രസയിൽ എത്തിക്കഴിഞ്ഞാൽ ആദ്യം ഫാത്തിഹ ഓതും അല്ലേ? ആ ഫാത്തിഹയിൽ ചോദിക്കണം എന്താ? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. റബ്ബേ, ഞങ്ങൾ 2 മണിക്കൂർ ഇവിടെ വന്ന് ചിലവാക്കുന്നുണ്ട്. 2 മണിക്കൂറൊന്നുമില്ല, 2 മണിക്കൂർ മദ്രസയിൽ വന്ന് ചിലവാക്കുന്നുണ്ട്. ഞങ്ങളുടെ ലക്ഷ്യം എന്താണ്? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. മുസ്തഖീമായ വഴിയിലേക്ക് നീ ചേർക്ക്. ഏതായി മുസ്തഖീമായ വഴി? ശേഷം പറയുന്നുണ്ട് സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം. നീ അനുഗ്രഹം ചെയ്തതായ ഒരുത്തരുടെ വഴി. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം. സിറാത്തുൽ ലദീന ഒരുത്തരുടെ വഴി. അൻഅംത നീ അനുഗ്രഹിച്ചിരിക്കുന്നു, അലൈഹിം അവരുടെ മേൽ. നീ അനുഗ്രഹം ചെയ്തിരിക്കുന്നു, അലൈഹിം അവരുടെ മേൽ. ആരാണ് ഈ അനുഗ്രഹം ചെയ്ത ആൾക്കാർ? നമ്മളെ വിഷയം അതാണ്. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. ഈ സ്വാലിഹീങ്ങളെ വഴി, അമ്പിയാക്കളുടെ വഴി, സിദ്ദീഖീങ്ങളുടെ വഴി, ആരിഫീങ്ങളെ വഴി, ഈ വഴിയിലേക്ക് നീ ചേർക്കണേ അല്ലാഹ് എന്ന് എല്ലാ നിസ്കാരത്തിലും ഓരോ നിസ്കരിക്കുന്ന ആളും അല്ലാഹു തആലയോട് എന്ത് ചെയ്യുന്നുണ്ട്? ദ്വാരക്കുന്നുണ്ട്. കാരണം ഈ വഴിയിൽ നിന്ന് തെറ്റിപ്പോയ എത്രയോ ആളുകളുണ്ട്. ഈ വഴിയിൽ നിന്ന് തെറ്റിപ്പോയ എത്രയോ ആൾക്കാരുണ്ട്. ഇത്രയും അമൂല്യമായ അർത്ഥതലങ്ങൾ ഈ ഫാത്തിഹയിലുള്ളത് കൊണ്ടാണ് ഫാത്തിഹക്ക് ഉമ്മുൽ ഖുർആൻ, ഖുർആൻ്റെ ഉമ്മ എന്നുള്ള പേര് വരാൻ കാരണം അല്ലേ? മഹാന്മാർ പറയുന്നുണ്ടല്ലോ, 4 ഗ്രന്ഥങ്ങളുണ്ട് പരിശുദ്ധ ഖുർആൻ അല്ലാത്ത 3 ഗ്രന്ഥങ്ങൾ അല്ലേ? തൗറാത്തുണ്ട്, ഇഞ്ചീലുണ്ട്, സബൂറുണ്ട്. ഈ 3 ഗ്രന്ഥങ്ങളുടെയും സാരാംശം ഏതിലുണ്ട്? ഖുർആനിലുണ്ട് അല്ലേ? ഈ ഖുർആന്റെ മൊത്തം സാരാംശം ഏതിലുണ്ട്? സൂറത്തുൽ ഫാത്തിഹയിൽ അടങ്ങിയിരിക്കുന്നു എന്ന് മഹാരഥന്മാരാകുന്ന ആളുകൾ പറയുന്നുണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യം ഒരാൾ ഫാത്തിഹ ഓതിക്കഴിഞ്ഞാൽ ഖുർആൻ മൊത്തം ഓതിയതുപോലെയായി, ഇഞ്ചീൽ ഓതിയതുപോലെയായി, തൗറാത്ത് ഓതിയതുപോലെയായി, സബൂർ ഓതിയതുപോലെ. അത്രയും അർത്ഥതലങ്ങൾ അല്ലേ? ഓരോ ആയത്തിനൊക്കെ ലഹുറും ബത്തുനുൻ, ഉള്ളും പുറം ഉണ്ട് എന്നാണ്. ഉള്ളും പുറവും ഉണ്ട് എന്നാണ്. ഈ പുറം വെച്ച് നമ്മൾ ഫാത്തിഹയെ വിലയിരുത്തണ്ട, പുറത്തെ അർത്ഥം വെച്ച് നമ്മൾ എന്ത് ചെയ്യണ്ട? ഫാത്തിഹയെ വിലയിരുത്തണ്ട. ഫാത്തിഹയിൽ
കോടാനക്കോടി രഹസ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു കലവറയാണ് സൂറത്തുൽ ഫാത്തിഹ. ആ ഫാത്തിഹയിൽ നമ്മൾ ചോദിക്കുന്നു, പടച്ച റബ്ബേ ഞങ്ങൾക്ക് നീ ഹിദായത്ത് കൊണ്ട റബ്ബേ, സ്വാലിഹീങ്ങളെയും ആരിഫീങ്ങളെയും സിദ്ദീഖീങ്ങളുടെയും അമ്പിയാക്കളുടെയും വഴിയിൽ ഞങ്ങൾ നീ ചേർത്തുകൊണ്ട റബ്ബേ എന്ന് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ട്. കാരണം എപ്പോഴും നമ്മുടെ ഹിദായത്ത് പോകാൻ സാധ്യതയുണ്ട്. മരണം വരെ ആ ഹിദായത്ത് മുറുകെ പിടിച്ച് മരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി മരിക്കണം. അതിനാണ് നമുക്ക് ആരാവശ്യം? സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്വാലിഹീൻ. അതിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്നു ആര്? ഒരു മുറബ്ബിയായ ശൈഖ്. ആ മുറബ്ബിയായ ശൈഖ് ഉണ്ടെങ്കിൽ മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായി മരിക്കാൻ കഴിയും. ദാഹമൗത്തത് കൂട്ടിയിടും, ഇബ്ലീസ് കൂസിനെ കാട്ടിടും, നേരം ലഈനവനാട്ടുവാൻ ബദിരീങ്ങളാൽ തുണറബ്ബന. വെറുതെ നമ്മളങ്ങനെ ദ്വാരക്കുക അല്ല. മരിക്കുന്ന സമയത്ത് ബദിരീങ്ങളെ സ്നേഹിക്കുന്ന ആളുകൾ, അള്ളാഹുവിൻ്റെ ആരിഫീങ്ങളെ സ്നേഹിച്ച ആളുകൾ, ഒരു മുറബ്ബിയുടെ തഹത്തിൽ മുന്നോട്ട് പോകുന്ന ആൾക്കാർക്കൊക്കെ അവരെ സഹായം ഉണ്ടാവും. അവരാ മരിക്കുന്ന സമയത്ത് കലിമ ചൊല്ലിത്തരാൻ അവർ നമ്മുടെ കൂടെ ഉണ്ടാവും. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനത്തെ ആളുകളിൽ, അങ്ങനത്തെ മശായിഖന്മാരുമായി ബന്ധപ്പെടാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ ഫാത്തിഹയിലും മറ്റ് അമാലുകളിലൊക്കെ അള്ളാഹുവിനെ ഓർക്കാനും അള്ളാഹുവിനെ മനസ്സിലാക്കാനൊക്കെ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.